ഹലോ. രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഉത്സാഹവും ഒക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് വിളക്കൊക്കെ കത്തിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ 2 മുഴം പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ദേവിക്ക് ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കഴിക്കാനും അതുപോലെ ഉണ്ടാക്കാനും ഇത്രയും മടിയുള്ളൊരു സാധനം വേറെ ഇല്ല. അപ്പോൾ ചപ്പാത്തിയും കടലക്കറിയൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം കുറച്ച് മുന്തിരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിത്തേക്ക് നമുക്ക് ഉപ്പേരിയും കഞ്ഞിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടിച്ചക്ക ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. 2 ചക്കയുണ്ട്. അതിൽ ഒരു ചക്ക എടുത്തിട്ട് നമുക്കിന്ന് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്കയൊക്കെ എടുത്ത് നന്നാക്കുകയാണ്. അധികം പശയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ നന്നാക്കാൻ പറ്റി. അങ്ങനെ ചക്കയും കുറച്ച് വൻപയറൊക്കെ കൂടി വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഉപ്പേരിക്കുള്ള വറവുകളൊക്കെ ഇടുന്നുണ്ട്. വെളുത്തുള്ളിയും ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും പിന്നെ കുറച്ച് വറ്റൽമുളകും തേങ്ങ എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് ഇങ്ങനെ വേവിച്ച് കുറച്ച് ഉടച്ചെടുത്തിട്ടുള്ള ഇങ്ങനെ ഇടിച്ചക്കയും പയറും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ രാത്രി നമുക്ക് കഴിക്കാനായിട്ട് കഞ്ഞിയും അതുപോലെ ഇടിച്ചക്കയും പയർ ഉപ്പേരിയും പിന്നെ ഉപ്പിലിട്ട മാങ്ങയും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ തൈരും കൂടെ ഒഴിച്ചിട്ട് കഴിക്കുന്നുണ്ട്. തൈര് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല രസമാണ്. പപ്പടം ഉണ്ടായിരുന്നില്ല, ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാവുമായിരുന്നു. അങ്ങനെ രാത്രി കഞ്ഞിയൊക്കെ കുടിച്ചു. രാത്രി ഇങ്ങനെ സ്ഥിരമായിട്ട് ചോറൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് വല്ലപ്പോഴും കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. കഞ്ഞി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഉഷാറാണ്, ഒരു തൃപ്തിയാണ് കഞ്ഞി കുടിച്ചു കഴിയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.